2026 കേന്ദ്ര ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച പാർലമെന്റിന്റെ സഭകളിൽ തുടരും. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷത്തിന്റെ നോട്ടീസ് തീർപ്പാക്കുന്നതുവരെ അദ്ദേഹം സഭയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകില്ലെന്ന തീരുമാനത്തിന് ധാർമ്മിക കാരണങ്ങൾ ചൂണ്ടിക്കാട്ടി വൃത്തങ്ങൾ അറിയിച്ചു. ഇടക്കാല വ്യാപാര കരാറിനെക്കുറിച്ച് പുറത്തിറക്കിയ പുതുക്കിയ വസ്തുതാപത്രത്തിൽ ഇന്ത്യ തീരുവ ഒഴിവാക്കുകയോ കുറയ്ക്കുകയോ ചെയ്യുമെന്ന് പറഞ്ഞ അമേരിക്കൻ ഉൽപ്പന്നങ്ങളുടെ പട്ടികയിൽ നിന്ന് പയർവർഗ്ഗങ്ങൾ വൈറ്റ് ഹൌസ് നീക്കം ചെയ്തു. പരസ്പരം പ്രയോജനകരവുമായ വ്യാപാരം സംബന്ധിച്ച ഇടക്കാല കരാറിനുള്ള ചട്ടക്കൂട് ഇന്ത്യയും യുഎസും സംയുക്ത പ്രസ്താവനയിൽ പ്രഖ്യാപിച്ചതിന് ദിവസങ്ങൾക്ക് ശേഷം വൈറ്റ് ഹൌസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സും ഇന്ത്യയും ചരിത്രപരമായ വ്യാപാര കരാർ പ്രഖ്യാപിച്ചു എന്നതിനെക്കുറിച്ചുള്ള ഒരു വസ്തുതാപത്രം പുറത്തിറക്കിയിരുന്നു. ബ്രിട്ടീഷ് കൊളംബിയയിലെ ഒരു സ്കൂളിൽ നടന്ന വെടിവെപ്പിൽ പ്രതി ഉൾപ്പെടെ 8 പേർ മരിച്ചു. സംഭവവുമായി ബന്ധമുണ്ടെന്ന് കരുതുന്ന ഒരു വീട്ടിൽ 2 പേരെ കൂടി മരിച്ച നിലയിൽ കണ്ടെത്തിയതായി കനേഡിയൻ അധികൃതർ അറിയിച്ചു. ടെംപ്ലർ റിഡ്ജ് സെക്കൻഡറി സ്കൂളിലെ വെടിവെപ്പിനെ തുടർന്ന് 25-ലധികം പേർക്ക് പരിക്കേറ്റതായി റോയൽ കനേഡിയൻ മൗണ്ടഡ് പോലീസ് അറിയിച്ചു. ഇതിൽ 2 പേർക്ക് ജീവന് ഭീഷണിയായിട്ടുണ്ട്.